റിപ്പബ്ലിക് ദിനത്തിന് തൊട്ട് മുൻപ് രാജസ്ഥാനെ നടുക്കിയ വമ്പൻ വേട്ട. പിടികൂടിയത് 1-2 കിലോയല്ല, 10,000 കിലോ സ്ഫോടക വസ്തുക്കൾ. രാജ്യം വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. രാജസ്ഥാനിലെ നൌഗാർ ജില്ലയിലെ വിജനമായ ഒരു ഫാം ഹൗസിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം. ജില്ലാ സ്പെഷ്യൽ ടീമും പോലീസും ചേർന്ന് നടത്തിയ മിന്നൽ പരിശോധനയിൽ സുലൈമാൻ ഖാൻ എന്നയാളെ അറസ്റ്റ് ചെയ്തു. ഇയാളുടെ ഫാം ഹൗസിലെ 4 മുറികളിൽ നിന്നായി 187 ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന 9,550 കിലോഗ്രാം അമോണിയം നൈട്രേറ്റും ഡെറ്റണേറ്ററുകളും വയറുകളും ഉൾപ്പെടെയുള്ള മാരക സ്ഫോടക ശേഖരമാണ് പോലീസ് പിടിച്ചെടുത്തത്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ അനധികൃത ഖനനത്തിന് വേണ്ടിയാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. പിടിച്ചെടുത്ത വസ്തുക്കൾക്ക് കരിഞ്ചന്തയിൽ കോടികൾ വിലമതിക്കും. എന്നാൽ റിപ്പബ്ലിക് ദിനത്തിന് തൊട്ട് മുൻപ് ജനവാസ മേഖലയ്ക്ക് പുറത്തുള്ള ഫാം ഹൗസിൽ ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് സുരക്ഷാ ഏജൻസികളെ മുൾമുനയിലാക്കിയിരുന്നു. പ്രതിയായ സുലൈമാൻ ഖാനെതിരെ നേരത്തെയും ക്രിമിനൽ കേസുകൾ ഉണ്ടെന്നത് ഈ ഒരു വിഷയത്തിലെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. SP മൃദുൽ കച്ചാവയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. നിലവിൽ സ്ഫോടക വസ്തു നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സംഭവത്തിന് പിന്നിൽ അന്തർ സംസ്ഥാന ബന്ധങ്ങളുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലെ നെറ്റ്വർക്കുകളുമായി എന്തെങ്കിലും ബന്ധം കണ്ടെത്തിയാൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കുമെന്നും പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും വലിയൊരു അട്ടിമറി സാധ്യതയോ അല്ലെങ്കിൽ അനധികൃത ഖനന മാഫിയയുടെ വൻ നീക്കമോ ആണ് പോലീസ് തകർത്തെറിഞ്ഞത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് മലയാളം.